വെടിനിർത്തൽ ധാരണകളോ സമാധാന പദ്ധതിയോ സമാധാന ഉച്ചകോടിയോ തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം സമാധാന ഉച്ചകോടിയിൽ അമേരിക്കയടക്കം 20ഓളം ലോകരാജ്യങ്ങൾ ഒന്നിച്ച് ഗാസ സമാധാന പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തി. 9 പേരാണ് ആക്രമണങ്ങളിൽ ആകെ കൊല്ലപ്പെട്ടത്. സമാധാന പദ്ധതിയിൽ ഒപ്പിട്ട് വെടിനിർത്തൽ നിലവിൽ വന്നതോടെ സമാധാനം പുലർന്നുവെന്ന് ആശ്വസിച്ച് സ്വന്തം വീടുകളിലേക്ക് മടങ്ങിയെത്തിയ പലസ്തീനികൾക്ക് നേരെ ഡ്രോൺ ആക്രമണവും വെടിവെപ്പും നടത്തുകയായിരുന്നു ഇസ്രായേൽ അധിനിവേശ സൈന്യം. 7 പേർ ഇന്നലെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലും വെടിവെപ്പിലും കൊല്ലപ്പെട്ടപ്പോൾ 2 പേർ നേരത്തെ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നവരാണ്. അതേസമയം ഗാസയിലേക്കുള്ള അന്താരാഷ്ട്ര സഹായം പകുതിയായി കുറയ്ക്കാനും ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ട്. 4 ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസ് കൈമാറിയപ്പോൾ ഇസ്രായേൽ ജയിലുകളിൽ മരിച്ച 45 പലസ്തീനികളുടെ മൃതദേഹം റെഡ് ക്രോസ് മുഖാന്തരം ചൊവ്വാഴ്ചയോടെ ഇസ്രായേലും കൈമാറി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി ലോകം അംഗീകരിക്കുകയും നിലവിൽ വരികയും ചെയ്തിട്ടും ഗാസ മുനമ്പിൽ സമാധാനം പുലർന്നില്ല എന്നതാണ് ഇത് തെളിയിക്കുന്നത്. വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ച ശേഷവും അധിനിവേശ സേന അക്രമം തുടരുന്നത് മേഖലയിൽ വീണ്ടും അശാന്തി സൃഷ്ടിക്കുമോ എന്ന് ആശങ്കയുണ്ട്. കഴിഞ്ഞ ദിവസം വെടിനിർത്തലിന് ഇസ്രായേലും ഹമാസും ഈജിപ്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിൽ ധാരണയായതിന് പിന്നാലെ സമാധാനം പുലർന്നുവെന്ന ധാരണയിൽ 100 കണക്കിന് പലസ്തീനികളാണ് സ്വന്തം മണ്ണ് തേടിയെത്തുന്നത്. ഇത്തരത്തിൽ വീടുകളിലേക്ക് പലായനം തുടങ്ങിയ പലസ്തീനികളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം ഡ്രോൺ ആക്രമണവും വെടിവയ്പും നടത്തി. തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ചൊവ്വാഴ്ച വരെ ഡ്രോൺ ആക്രമണവും വെടിവയ്പും നടന്നു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ വടക്കൻ ഗാസയിലെ സ്വന്തം വീടുകൾ തേടി മടങ്ങുന്നവർക്ക് നേരെ ഖാൻ യൂണിസിലടക്കം ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഷുജായി പ്രദേശത്താണ് വടക്കൻ ഗാസ ലക്ഷ്യമിട്ട് പലായനം ചെയ്ത പലസ്തീനികൾക്ക് നേരെ വെടിയുതിർത്തത്. ഇവിടെ 5 പേർ കൊല്ലപ്പെട്ടു. ഷുജായിലെ വെടിവെപ്പ് ഇസ്രായേൽ സൈന്യം എക്സ്പോസ്റ്റിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. വീടുകളിലേക്ക് മടങ്ങുന്ന പലസ്തീനികൾ സൈന്യം നിശ്ചയിച്ച മഞ്ഞവര മറികടന്ന് തങ്ങൾക്കരികിലെത്തിയപ്പോൾ വെടിവെച്ചുവെന്നാണ് സൈന്യത്തിന്റെ വാദം. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് സൈന്യം പിന്മാറിയെന്ന വാർത്തകൾക്കിടയിൽ സ്വന്തം വീടുകളിലേക്ക് മടങ്ങുന്ന പലസ്തീനികളെയാണ് സൈന്യം ലക്ഷ്യമിട്ടത് എന്ന് ഇത് സംബന്ധിച്ച വിവിധ സമൂഹ മാധ്യമ പോസ്റ്റുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കരാർ ലംഘിച്ച് സൈന്യത്തിന്റെ അടുത്തേക്ക് വരുന്നവരെ അകറ്റി നിർത്താൻ ശ്രമിച്ചുവെങ്കിലും പിന്തിരിഞ്ഞില്ലെന്നും ഇതോടെ വെടിയുതിർക്കുകയായിരുന്നുവെന്നും ഇസ്രായേൽ പ്രതിരോധ സേന വിശദീകരിച്ചിരുന്നു. എന്നാൽ മഞ്ഞവരയ്ക്കുള്ളിൽ വെച്ചാണ് 5 പേരും കൊല്ലപ്പെട്ടത് എന്ന നിലപാടിലാണ് പലസ്തീൻ സിവിൽ ഡിഫൻസ് വക്താവ്. തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ചൊവ്വാഴ്ച ഉച്ചവരെയായി 9 പേർ കൊല്ലപ്പെട്ടു. 7 പേർ ഏറ്റവും പുതിയ ആക്രമണങ്ങളിലാണ് കൊല്ലപ്പെട്ടത് എങ്കിൽ 2 പേർ നേരത്തെയുള്ള ആക്രമണങ്ങളിൽ പരിക്കേറ്റവരാണ്. വെടിനിർത്തലും സമാധാന കരാറും പ്രാബല്യത്തിൽ വന്നിട്ടും ഇസ്രായേൽ സൈന്യം ആവർത്തിച്ച് ലംഘനം നടത്തുന്നതായുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ ആരോപണം ശരിവെക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ. ഈജിപ്തിലെ ഷറം ഉൽ ഷെയ്ഖിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മറ്റ് മധ്യസ്ഥ രാഷ്ട്രങ്ങളുടെ നേതാക്കളും പങ്കെടുത്ത ഉച്ചകോടിയിൽ ഗാസ സമാധാന കരാറിൽ ഒപ്പുവെച്ചത് ചൊവ്വാഴ്ചയാണ്. ഇതിന് പിന്നാലെ തന്നെ ഡ്രോൺ ആക്രമണവും വെടിവെപ്പും നടന്നു. ഈ ഉച്ചകോടിയിൽ ഇസ്രായേൽ പങ്കെടുത്തിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അതിനായി ഇവിടെ നിന്ന് ആരെയും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നായിരുന്നു നെതന്യാഹു നൽകിയ മറുപടി. ഗാസയിൽ സമാധാനം പുലർന്നുവെന്നും യുദ്ധം അവസാനിച്ചുവെന്നും ട്രംപ് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചതിന് ശേഷവും ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കുകയും സമാധാന ഉച്ചകോടി കഴിഞ്ഞതിന് പിന്നാലെ ആക്രമണം നടത്തിയതും ഒട്ടും യാദൃച്ഛികമല്ല എന്ന് വേണം കരുതാൻ. തിങ്കളാഴ്ച നടന്ന ഗാസ സമാധാന ഉച്ചകോടിയിൽ ട്രംപ് അടക്കമുള്ള ലോക നേതാക്കൾ ഒപ്പുവെച്ചിരുന്നു. അമേരിക്കയ്ക്ക് പുറമെ ഈജിപ്ത്, തുർക്കി, ഖത്തർ എന്നീ രാജ്യങ്ങളാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇസ്രായേലും ഹമാസും ഒപ്പുവെച്ചില്ലെങ്കിലും കരാറിനെ അംഗീകരിച്ചിരുന്നു. ഷറം ഉൽ ഷെയ്ഖിൽ നടന്ന ഉച്ചകോടിയിൽ 20ലധികം രാഷ്ട്ര തലവന്മാരാണ് പങ്കെടുത്തത്. ബന്ദിമോചനം, സൈനിക പിന്മാറ്റം, പ്രാദേശിക സുരക്ഷയുടെ സ്ഥിരത എന്നീ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കരാർ. അതിന് പിന്നാലെ 8 ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസ് വിട്ടു നൽകി. ഹമാസ് ആയുധം താഴെ വെക്കണമെന്നും അല്ലെങ്കിൽ അമേരിക്ക അവരെ നിരായുധീകരിക്കുമെന്നുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കൂടുതൽ മൃതദേഹങ്ങൾ വിട്ടു നൽകിയത്. ഇസ്രായേൽ ജയിലുകളിൽ മരിച്ച 45 പലസ്തീനികളുടെ മൃതദേഹം റെഡ് ക്രോസ് മുഖാന്തരം ഇസ്രായേലും കൈമാറി. ബന്ദിമോചനത്തിന് പകരമായി 1900ഓളം പലസ്തീൻ തടവുകാരെ തിങ്കളാഴ്ച വിട്ടയച്ചിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ 77 പലസ്തീനികൾ ഇസ്രായേൽ ജയിലുകളിൽ മരിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ കൈമാറിയ 45 തടവുകാരുടെ മൃതദേഹങ്ങൾ ഇതുവരെയും തിരിച്ചറിയാനായിട്ടില്ല എന്നും ഇവരുടെ പേരുകൾ ഇസ്രായേൽ കൈമാറിയിട്ടില്ല എന്നും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. എല്ലാ മൃതദേഹങ്ങളും കൈകളും കാലുകളും കെട്ടിയിട്ട നിലയിലും വെടിയേറ്റ നിലയിലുമാണ്.
ഇവർ എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ മരിച്ചു എന്ന കാര്യത്തിലും വ്യക്തതയില്ല. അതേസമയം ഗാസയിലേക്കുള്ള അന്താരാഷ്ട്ര സഹായം നിയന്ത്രിക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. റഫ അതിർത്തി ഇസ്രായേൽ തുറന്നിട്ടില്ല. ഹമാസ് സമാധാന കരാർ ലംഘിച്ചെന്നാണ് ഇതിന് കാരണമായി ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നത്. അതിനാൽ ഗാസയിലേക്കുള്ള അന്താരാഷ്ട്ര സഹായം നിയന്ത്രിക്കാനും ഈജിപ്തിലേക്കുള്ള തെക്കൻ അതിർത്തി തുറക്കുന്നത് വൈകിപ്പിക്കാനും തീരുമാനിച്ചതായി ഇസ്രായേൽ പ്രഖ്യാപിച്ചു. പ്രതിദിനം 300 ട്രക്ക് എന്ന കണക്കിൽ സഹായം പകുതിയാക്കുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചത്.